തൊടുപുഴയിൽ കുമാരമംഗലത്തെ 7 വയസ്സുകാരനെ ആക്രമിച്ച കേസിൽ അമ്മയുടെ സുഹൃത്തിനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടിയ മുഖ്യമന്ത്രി കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്ന് അറിയിച്ചു. 2 കുട്ടികളുടെയും സംരക്ഷണ ചുമതല സർക്കാർ ഏറ്റെടുത്തു. വധശ്രമം, ആയുധം കൈവശം വെക്കൽ, കുട്ടികൾക്കെതിരായ അതിക്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ബാലാവകാശ കമ്മീഷൻ കുട്ടിയുടെ ഇളയ സഹോദരനിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി. കുട്ടിയുടെ അമ്മയുടെ സുഹൃത്ത് അരുൺ ആനന്ദിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും. ഇയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. തിരുവനന്തപുരം സ്വദേശിയായ അരുൺ ആനന്ദിന്റെ കാറിൽ നിന്നും മദ്യവും ഇരുമ്പുമഴവും പോലീസ് കണ്ടെടുത്തു. കുട്ടിയുടെ അമ്മയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. മുത്തശ്ശിയുടെ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. അതേസമയം കുട്ടിയുടെ സംരക്ഷണ ചുമതല സർക്കാർ ഏറ്റെടുക്കുമെന്ന് സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 7 വയസ്സുകാരന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് കമ്മീഷൻ ചെയർമാൻ പി. സുരേഷ് അറിയിച്ചു. കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നും അടുത്ത 48 മണിക്കൂർ നിർണായകമാണെന്നും കുട്ടിയെ ചികിത്സിക്കുന്ന കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജി. ശ്രീകുമാർ പറഞ്ഞു. ശക്തമായ ഫോഴ്സ് ഇല്ലാതെ ഇത്രയും പരിക്കുകൾ ഉണ്ടാകില്ല. മർദ്ദനത്തിനാണ് കൂടുതൽ സാധ്യത. ക്രൂരമായ മർദ്ദനത്തിനാണ് കൂടുതൽ സാധ്യത. തലയ്ക്കും അടിയേറ്റിട്ടുണ്ടോ? തലയ്ക്ക് അടിയേറ്റ്, തലയോട്ടിക്ക് പൊട്ടലുണ്ട്. 24 ഇടുക്കി.